ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മെഴുക്കുപുരട്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. കായും പയറും കൊണ്ട്, വൻപയറും കായും കൂടെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയറാണ്. ഒരു 1.5 കപ്പ് പയറാണ് ഇത് കുതിർത്തപ്പോൾ ഇത്രയുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ഒക്കെ കാര്യങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുക്കറിൽ വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറിനൊക്കെ ഒരു കളറൊക്കെ കിട്ടും. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴത്തന്നെ തുറക്കണം കേട്ടോ. അല്ലെങ്കിൽ വെന്ത് കുറച്ച് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതേ കായെന്ന് പറയുമ്പം ഇതാണ് കേട്ടോ, പൊന്തങ്കായ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അവിയലിനകത്തൊക്കെ നമ്മൾ ഇടത്തില്ല, ഏത്തക്കായല്ല, അവിയലിലൊക്കെ ഇടുന്ന കായാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പെട്ടക്ക എന്നാട്ടോ ഇതിനെ പറയുന്നത്, രണ്ടിങ്ങനെ ഡബിളായിട്ടിരിക്കുന്നതിന്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കാ കഴിച്ചാൽ ഇരട്ട കുട്ടികളുണ്ടാകുമെന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. അതുപോലത്തെ പെട്ടയായിട്ടുള്ള ഒരു കായും പിന്നെ സിംഗിളായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 3 കായാണ് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്, 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമ്മുടെ തനി നാടൻ ആ ഒരു വിഭവത്തിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഷോപ്പുകളിലും അടുത്ത ഷോപ്പുകളിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഇത്. അപ്പോൾ ഇതെനിക്ക് ഈ കടുക് വറക്കുമ്പോഴൊക്കെ ഇടാനായിട്ട് കൊള്ളാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്, മേടിച്ചാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന വലിയ മുളക് അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇഷ്ടമാണ്, അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10-15 എണ്ണം ഉണ്ടായിരുന്നു ചെറിയ ഉള്ളി, ഒരു 2-3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി, ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങോട്ട് ചതഞ്ഞ് പോകണ്ട, ഏകദേശം ഈ ഒരു രീതിയിൽ ചതഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇതിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ്, ഈ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് വരുന്നത് ഈ ഒരു മസാലയിലാണ് കേട്ടോ. നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഈ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ലേ, ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് വറ്റൽമുളക് വെയിലത്ത് വെച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം. എന്നിട്ടതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് ഞാനിതാ 2 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവിന് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും നമ്മുടെ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇത് പിടിക്കരുത്. കൂടെ നമ്മളിത് ഇളക്കി കൊടുക്കുക. അത് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരിക്കലും അടിയിൽ പിടിക്കില്ല. ഇനി പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. ഇനി ഞാനിവിടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കനത്തിലാണ്, ഒരുപാട് അങ്ങോട്ട് നൈസാക്കിയിട്ടില്ല. ഇത് ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കുന്നത് നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയിൽ പിടിക്കും. കായും പെട്ടെന്ന് അടിയിൽ പിടിക്കും, അതുപോലെ തന്നെ ഈ വൻപയറും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട്, പയറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചേർത്ത ഈ മസാലയും അതുപോലെ ഈ കായ്ക്കും ഇതിന് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതൊരു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ പയർ വേവിച്ചതിനകത്ത് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിനേക്കുള്ള വെള്ളം, ഞാൻ ഈ വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 10-30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ കടായി നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 30 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞാൽ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഇവിടെ വറ്റിയിട്ടുണ്ട്. കായാണെങ്കിൽ ഒട്ടും കൊഴിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇപ്പം
നമുക്ക് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. പയറും കണ്ട ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്ചർ അങ്ങോട്ട് മാറിപ്പോകും. നമ്മുടെ ഈ ഒരു മെഴുക്ക് പുരട്ടിയുടെ നമ്മൾ കുഴഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ കാണാനായിട്ട് ആ ഒരു സുഖം ഉണ്ടാവില്ല. എന്നിട്ട് ഈ വൻപയർ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇരുന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം വളരെ ലോയിൽ വെക്കുക. 1 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ നമ്മുടെ ഈ ഒരു മെഴുക്ക് പുരട്ടിയിലേക്ക് പിടിച്ച് വരട്ടെ. ഇതിപ്പോൾ ഞാനിതാ 1 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അടച്ച് വെക്കുമ്പോൾ തന്നെ ആവി ഒക്കെ അടിച്ചിട്ട് നീരാവിയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് വരും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകില്ല. എങ്കിലും നമ്മൾ കൂടെ ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒന്നുകൂടെ ഇതുപോലെ ഇളക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അതും 1 മിനിറ്റിന് താഴെ മതി, ഒരുപാട് വെക്കണ്ട. ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റിന് താഴെ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും തുറന്ന് നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മിനിറ്റ് കണക്കൊന്നും നോക്കണ്ട. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോഴത്തേനും അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ എന്തെങ്കിലും വേകാനായിട്ട് കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഈ തുറന്ന് വെച്ച പിന്നെ വേകാനുള്ള സാധ്യത കുറവാണ്. അപ്പം അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും. ബാക്കിയുള്ളതും കൂടെ വെന്തോളും. വേകാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി വെന്ത് വരും. അതിനാണ് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരല്പം കൂടി വെന്തെന്ന് പറഞ്ഞിട്ട് നമുക്കത് കുഴപ്പമില്ല. എന്നാലും ഇത്രയും മതി ഇനി. കാരണം ഇപ്പോൾ അതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോകാതെ, അല്ലെങ്കിൽ നമ്മുടെ കായൊന്നും പൊട്ടി ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണിക്ക് ചായയുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചായയുടെ കൂടെ അതാണ് അധികവും കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയായി നല്ല കിടിലം മണമാണ് കേട്ടോ കിച്ചണിൽ. നമ്മളെ ഈ വെളിച്ചെണ്ണ, കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുത്ത് മൂപ്പിച്ച് വന്ന ആ മണമൊക്കെ കൂടെ ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ മണമാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ കിഡിലെ മെഴുക്ക് പുരട്ടിയാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് ഇതാ ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് തുറന്ന് വെക്കണം കേട്ടോ. ഞാനത് അടച്ചപ്പം ഈ കൂടുതൽ അടഞ്ഞു പോയിട്ട് അങ്ങനെ പാടില്ല. കുറച്ചൊന്ന് തുറന്ന് വെക്കണം. അല്ലെ ആവി അടിച്ചിട്ട് വീണ്ടും അത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതേ ഞാൻ ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. താങ്ക്